എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കൂന്തൽ റോസ്റ്റ് റെസിപ്പിയാണ് ട്ടാ. അതിനുവേണ്ടി കൂന്തൽ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 സവാള, 1 തക്കാളി, ഒരു 5 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ഇത്രയും നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അരിഞ്ഞെടുക്കണം ട്ടാ. പിന്നെ കറി വെക്കാനായിട്ട് അയിലയാണ് കിട്ടിയേക്കണത്. അയില നല്ല തേങ്ങ അരച്ച് കുടംപുളി ഇട്ട് കറി വെക്കാം ട്ടാ. അപ്പോൾ അതിന് തക്കാളി, സവാള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട് ട്ടാ. വറുക്കാനുള്ള മീൻ കഷ്ണങ്ങളൊക്കെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മീൻകറിയുടെ പരിപാടി നോക്കാം ഫസ്റ്റ്. അതിനായിട്ടൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ട്ടാ. സ്റ്റവ് കത്തിച്ചിട്ടില്ല. ഇതിനകത്തോട്ട് ഡയറക്റ്റ് നമ്മുടെ മീൻ കഷ്ണങ്ങൾ പെറുക്കി വെച്ച് കൊടുക്കാം ട്ടാ. ഇത് നല്ല വള്ളക്കാരുടെ മീനാണ് ട്ടാ. നല്ല ഫ്രഷ് മീനായിരുന്നു. ഇനി ഇതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചേക്കണ ഇഞ്ചി, പച്ചമുളക്, തക്കാളി, സവാള ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം ട്ടാ. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തോ. ഇനി നമ്മൾ അരപ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം ട്ടാ. നല്ല കുടംപുളിയിൽ വറ്റിച്ചെടുക്കണ കറിയാണ്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ട്ടാ. മിക്സിയുടെ ജാറ് കഴുകി നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ട്ടാ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ട്ടാ. പിന്നെ ദാ ഒരു 3 കഷ്ണം കുടംപുളി ട്ടാ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ട്ടാ. ഇനി ഞാൻ സ്റ്റവ് കത്തിക്കുകയാണ് ട്ടാ. ഒന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ട്ടാ. തിളക്കട്ടെ. ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അതാ തിളയൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ വരുന്നുണ്ട് ട്ടാ. അപ്പോൾ ഒന്ന് കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാതെ മോളിൽ കൂടെ ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണ്ട ട്ടാ. കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ? കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്ടാ. കുടംപുളിയിലൊക്കെ നല്ല പറ്റിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇഞ്ചിയും പച്ചമുളകിൻ്റെയും ആ സ്വാദും ഒക്കെ നല്ല അടിപൊളി കറിയായിരുന്നു ട്ടാ. ഇതാ തിളയൊക്കെ വരുന്നുണ്ട് ട്ടാ. മിക്സ് ചെയ്ത് കൊടുക്കാം. ആ കറിവേപ്പിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ല്. തേങ്ങ അരപ്പ് അതിൻ്റെ പേരിലാട്ടോ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണത്. നമുക്ക് ഉപ്പും പുളിയൊക്കെ ഇതൊന്ന് ടേസ്റ്റ് നോക്കാം ട്ടാ. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം ട്ടാ. കറി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്കിത് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെക്കാം ട്ടാ. സിമ്മിലിട്ട് നമുക്ക് വേവിക്കാം. അപ്പം ഞാൻ കൂന്തൽ റോസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ട്ടാ. ഇനി നമുക്കിതിനകത്തോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ട്ടാ. ഇതിനകത്തോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് കുരുമുളകും കൂടി ചേർത്തിട്ട് ഞാൻ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തേക്കണേണ്. ഇത് നമുക്കൊന്ന് പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ട്ടാ. കുരുമുളക് ചേർത്തതിൻ്റെയാണ് ഒരു ബ്ലാക്ക് കളർ നമുക്ക് ഇടാം. അപ്പോൾ ഇതൊന്ന് ആ പച്ചക്കുത്ത് മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ട്ടാ. ഇന്ന് കൂന്തൽ ഞാൻ മഞ്ഞളും ഉപ്പും ചേർത്തൊന്നും വേവിച്ച് ഒന്നും കൊടുത്തിട്ടില്ല ട്ടോ. ഡയറക്റ്റ് ഞാൻ ഇതിനകത്തോട്ട് സവാളയൊക്കെ വാട്ടിയിട്ട് ഇതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുത്തേക്കാണ് ട്ടോ കൂന്തൽ. നല്ല കിടു ടേസ്റ്റ് ആയിരുന്നു. സ്പൈസിയും ആയിരുന്നു ട്ടോ. കുറച്ച് കുരുമുളകും പച്ചമുളകും ഒക്കെ ചതച്ചിട്ടേക്കണതിൻ്റെയും മുളക് പൊടിയുടെയൊക്കെ അത്യാവശ്യം സ്പൈസി ആയിരുന്നു. എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. സവാളയൊക്കെ നമുക്കിനി ചേർത്ത് കൊടുക്കാം ട്ടോ. 2 സവാള ഇത് ഞാൻ നല്ല ഫൈനായിട്ടാണ് ഒന്ന് അരിഞ്ഞെടുത്തേക്കണത് ട്ടോ. വളരെ തിന്നാണ്, ഒട്ടും കട്ടിയില്ല ട്ടോ ഇതുമ്മ. അങ്ങനെ 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ട്ടോ.
നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ട്ടോ. ഇനി തക്കാളിയും ഞാൻ അതുപോലെ വളരെ സ്ലൈസ് ആയിട്ടാണ് അരിഞ്ഞെടുത്തേക്കണം. അതും കൂടി ചേർത്ത് കൊടുക്കണ്ടേ ഇതിനകത്തോട്ട്. ഒരു തക്കാളിയാണ് ട്ടോ ഇത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കണ്ട ട്ടോ. തേങ്ങാക്കൊത്ത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടണത് നല്ല ടേസ്റ്റാണ്. അപ്പം അതുകൊണ്ട് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുക്കിങ്ങിൽ അത്ര വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല കേട്ടോ. ഇവിടെ വീട്ടിലുണ്ടാക്കണ ഐറ്റംസാണ് ഞാൻ കാണിക്കണത്. ചാനലിൽ ഇടാനായിട്ട് വേറെ കണ്ടന്റുകളൊന്നും ഇല്ലാത്ത കാരണം ഞാൻ എൻ്റെ കുക്കിംഗ് തന്നെ കാണിക്കണമെന്നുള്ളൂ കേട്ടോ. പുറത്ത് പോക്കൊക്കെ ചുരുക്കമാണ്. അപ്പം അങ്ങനെ ഓരോന്ന് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. ഇനി അതിനകത്തോട്ട് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ. കുരുമുളകൊക്കെ ചേർത്ത കാരണേ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മസാല ഉണ്ടല്ലോ, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പ് കൂന്തലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ഇടണുള്ളൂ. അപ്പം ഇതൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണ്ടേ. ഇനി നമുക്ക് നമ്മുടെ കൂന്തൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ഇത് മുറിച്ചെടുത്തേക്കണേ കേട്ടോ. ഇതിനകത്തോട്ട് വേറെ വെള്ളമൊന്നും ഇനി ചേർത്ത് കൊടുക്കാനില്ല കേട്ടോ. കൂന്തലിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങേ. നമുക്കത് മതി. അതിൽ തന്നെ കിടന്ന് ഫ്രൈ ആയി കിട്ടിക്കോളൂ കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല കേട്ടോ. ഇപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടേ. ഇനി നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം തന്നെ നോക്കിയ സൈഡിൽ കൂടെയൊക്കെ വെള്ളം, അത് കൂന്തലിൽ നിന്ന് ഇറങ്ങിയ വെള്ളം കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തില്ലെങ്കിൽ തന്നെ നല്ലോണം വെള്ളമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. അപ്പം ഞാനിത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
കൂന്തൽ നമ്മൾ ഉപ്പിലും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കൂലേ, വേവിച്ചെടുത്ത് പിന്നെ ഒന്നും കൂടി ഇതുപോലെ ആക്കി കഴിയുമ്പോൾ കൂന്തൽ റബ്ബർ പോലെയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തവണ അതിന് നിന്നില്ല, നേരെ സവാളയിലോട്ട് തന്നെ ഇട്ടിട്ട് വേവിക്കണേ ചെയ്ത് കേട്ടോ. മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാട്ടോ കറിക്ക്. അപ്പം നമ്മുടെ സവാളയൊക്കെ വെന്ത് കൂന്തലുമ്മ ചേർന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ സവാള ഇട്ടിട്ടുണ്ടായില്ലേ, അതൊന്നും ഇപ്പം കാണാനില്ല. എല്ലാം നല്ല വെന്ത് കൂന്തലിനോട് ചേർന്നിട്ടുണ്ട് കേട്ടോ. നല്ല തിക്ക് ഇതായിട്ടിരിക്കുകയാണ്. അല്പം പോലും ചാറിൻ്റെ അംശമില്ലാട്ടോ ഇതിനകത്ത്, എല്ലാം വറ്റി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കിടുക്കാച്ചി സൂപ്പർ കൂന്തൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. കൂന്തൽ ഫ്രൈ എന്നോ റോസ്റ്റ് എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ പൊള്ളിയാണ് കേട്ടോ. നമുക്കേ ഇനി മീൻ ഇതാക്കി വെച്ചിട്ടുണ്ടായില്ലേ, അത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഇത് എപ്പോഴും കാണിക്കണായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും കാണിച്ചില്ല കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ പണികൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ മീൻകറിയും ഏകദേശം അപ്പുറത്തെ അടുപ്പിൽ നിന്ന് സെറ്റ് ആവുന്നുണ്ട്. ഞാൻ കുക്ക് ചെയ്യുമ്പോഴേ അതായത് സംഭവങ്ങളാണ് കേട്ടോ കാണിക്കണത്. ഞാൻ വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ വന്ന് ഇത് കാണിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? എൻ്റെ കുക്കിംഗ് കാണണം, എന്നെ വീഡിയോയിൽ കാണണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ കമൻറ്റിൽ. അപ്പം നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മീൻ വറുത്തത് സെറ്റായിട്ടുണ്ട്. കൂന്തൽ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കിടുക്കാച്ചി കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്, കഴിക്കാനും അതുപോലെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കൂന്തൽ ഫ്രൈ, മീൻ കറി, മീൻ വറുത്തത് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.